പാലക്കാടൻ്റെ മനസ്സ് എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കുക അസാധ്യമാണെങ്കിലും BJP-യിലേക്ക് പോകില്ലെന്ന് ഉറപ്പാണ്. മാറിയും മറിഞ്ഞും ഇടതു വലത് മുന്നണികളെ തള്ളുകയും കൊള്ളുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട്. അതിനൊപ്പം തന്നെ നിർണായക ശക്തിയായി BJP-യുടെ വളർച്ചയും കാണാതെ പോകരുത്. തിളച്ചുമറിയുന്ന പാലക്കാടൻ ചൂടിനും അപ്പുറത്താണ് ഇവിടുത്തെ പോരാട്ട വീര്യം. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ UDF കച്ച കിട്ടുമ്പോൾ തിരിച്ചു പിടിക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ആളെ ഇറക്കി ഇടതുപക്ഷം കവചം തീർത്തിട്ടുണ്ട്. BJP-യും പ്രതീക്ഷ കുറയ്ക്കുന്നില്ല. ഫലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJP-യെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നാൽ അവർ ഹാപ്പിയാണ്. കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ VK ശ്രീകണ്ഠൻ തന്നെയാണ് UDF-ൻ്റെ അംഗം നയിക്കുന്നത്. 2000, 2005, 2010, 2015 വർഷങ്ങളിൽ ഷൊർണൂർ നഗരസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകണ്ഠൻ പാലക്കാട് DCC പ്രസിഡൻ്റായിരിക്കെയാണ് കഴിഞ്ഞ തവണ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചത്. 2009-ൽ 1820 വോട്ടിന് ജയിച്ച LDF-ൻ്റെ MP രാജേഷ് 2014-ൽ തൻ്റെ ഭൂരിപക്ഷം 1,05,300-ലേക്ക് ഉയർത്തിയതിനാൽ UDF-ന് സാധ്യത കുറവാണെന്ന് വിലയിരുത്തിയവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശ്രീകണ്ഠൻ്റെ കഴിഞ്ഞ തവണത്തെ വിജയം. 11,637 വോട്ടിന് പാലക്കാട് പിടിച്ചെടുത്ത ശ്രീകണ്ഠൻ രണ്ടാം അംഗത്തിനിറങ്ങുന്നതിൽ കൂടുതൽ ജനകീയതയാണ്. 1989-ൽ കോൺഗ്രസിൻ്റെ VS വിജയരാഘവനിൽ നിന്നും പാലക്കാടിനെ ഇടത്തേക്ക് പിടിച്ച A വിജയരാഘവനെയാണ് LDF ഇത്തവണ പരീക്ഷിക്കുന്നത്. 89-ൽ A വിജയരാഘവൻ 1286 വോട്ടിന് പിടിച്ചെടുത്ത പാലക്കാടിനെ 1991-ൽ 15,768 വോട്ടിന് VS വിജയരാഘവൻ വീണ്ടും UDF-ന് വേണ്ടി തിരിച്ചെടുത്തു. അന്നും എതിരാളി A വിജയരാഘവനായിരുന്നു. 1996-ൽ NN കൃഷ്ണദാസിനെ ഇറക്കിയാണ് CPM പാലക്കാടിനെ ഒപ്പം കൂട്ടിയത്. അതിൽ വിള്ളൽ വീഴ്ത്താൻ UDF-ന് 2019 വരെ കാത്തിരിക്കേണ്ടി വന്നു. വിജയരാഘവന് ഇവിടെ മൂന്നാം അംഗമാണ്. പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ ഇറക്കിയതിലൂടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും CPM പ്രതീക്ഷിക്കുന്നില്ലെന്ന് വ്യക്തമാണ്. A ക്ലാസ് മണ്ഡലമായി BJP പരിഗണിക്കുന്ന പാലക്കാട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറാണ് ഇത്തവണയും പോരിനിറങ്ങുന്നത്. 2000 മുതൽ 2020 വരെയും പാലക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട C കൃഷ്ണകുമാർ പാർട്ടി ജില്ലാ അധ്യക്ഷനായിരിക്കെയാണ് നഗരസഭ ഭരണം പിടിച്ചത്. കഴിഞ്ഞ തവണ 2,18,556 വോട്ട് നേടിയതും പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നതും തുടർച്ചയായി പാലക്കാട് നഗരസഭ ഭരണം നിലനിർത്തിയതും ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഖ്യ പ്രതിപക്ഷമായി വളർന്നതുമെല്ലാം BJP-ക്ക് ആശ്വാസം പകരുന്നു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 2 എണ്ണമാണ് നിലവിൽ UDF-നൊപ്പമുള്ളത്, പാലക്കാടും മണ്ണാർക്കാടും. ബാക്കിയുള്ള പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്താണ്. കഴിഞ്ഞ തവണ മണ്ണാർക്കാടിൻ്റെ ബലത്തിലാണ് UDF ജയിച്ചു കയറിയത്. പട്ടാമ്പിയും പാലക്കാടും അതിനൊപ്പം നിന്നു. പൗരത്വ നിയമ ഭേദഗതിയും വർഗീയതയും വിഷയമാക്കി മണ്ണാർക്കാടിൻ്റെ അടിയൊഴുക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടിയാണ് UDF വോട്ടുപിടിക്കുന്നത്. മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് BJP-യും കളം നിറയുന്നു. UDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷനുകളിലാണ് നിലവിൽ ശ്രീകണ്ഠൻ സജീവമായിട്ടുള്ളത്. വിജയരാഘവനും കൃഷ്ണകുമാറും രണ്ടാം ഘട്ട മണ്ഡല പര്യടനം ആരംഭിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഉപപദയാത്ര നടത്തി കൃഷ്ണകുമാർ രംഗത്തിറങ്ങി. പ്രഖ്യാപനം വരും മുമ്പേ ശ്രീകണ്ഠന് വേണ്ടിയും ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു.